ഇന്നത്തെ സ്പെഷ്യൽ മപ്പൻസ് മുളകിട്ടതാണ് കേട്ടോ. അപ്പം നല്ല കുറുങ്ങനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മപ്പൻസ് കറി പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടി മപ്പൻസ് ഇതേപോലെ കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. തലോട് കൂടിയുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും പെരിഞ്ചീരകം നന്നായിട്ട് പൊട്ടി വന്നതിലേക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വന്നാൽ ഒരു പകുതി വെല്ലുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതേപോലെയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി അതിലേക്ക് പച്ചമുളക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടണം, എന്നാലേ നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ കറിക്ക്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഉടഞ്ഞു കിട്ടണം തക്കാളിയൊക്കെ വെന്ത് വന്നാൽ ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എണ്ണ ഒക്കെ തെളിഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇതേപോലെ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തിള വരുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പൊ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തല ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ തലയാണ് ഇട്ട് കൊടുക്കണത്. തല ഒന്നിട്ട് കുറച്ചു നേരം ഒന്ന് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കയ്യിലിട്ട് ഇളക്കണ്ട, ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. മീനൊന്നും ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല അടിപൊളി മുളകിട്ട മപ്പൻസ് കറി റെഡി ആയിക്കണം. അപ്പോൾ ഈ എണ്ണ ഒക്കെ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മപ്പൻസ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലത്തെ സിമ്പിൾ റെസിപ്പിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.